എല്ലാ ഭാഗത്തുനിന്നും ഹീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഓവൻ ഇല്ലെങ്കിലും ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവൻ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൽ ബേക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എങ്ങനെയാണ് ഈ ഓവൻ സെറ്റപ്പ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഓവൻ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഇത് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ വീട്ടിലിങ്ങനെ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും കടയിൽ നിന്ന് വാങ്ങുമ്പോഴും എന്താണ് വ്യത്യാസം എന്നത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം. കാണുമ്പം കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ആക്കുന്നതെന്ന് തോന്നുമെങ്കിലും ഇത് 1-2 തവണ ഉണ്ടാക്കിയാൽ അറിയാം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് കുറച്ചിട്ടാണ് ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്റ്റ്യൂ, ചിക്കൻ കറി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അതുപോലെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ ബ്രെഡ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് കാണാം. ബ്രെഡ് ഉണ്ടാക്കുന്ന കുറേ റെസിപ്പീസ് ചെയ്ത് നോക്കി. കഴിക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ട് വീഡിയോ ചെയ്തതുമില്ല. 1/4 കപ്പ് ഇളം ചൂടുള്ള മിൽക്കിലേക്കാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 2 കപ്പ് മൈദ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറച്ചായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ സമയം ബ്രെഡിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 2ാമത്തെ കപ്പിൻ്റെ പകുതിയാണ് മൈദപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യം നോക്കി ചേർത്ത് കൊടുക്കാം. എനിക്ക് എപ്പോഴും മൈദപ്പൊടി അരിച്ച് ചേർക്കുന്നത് ഒരു ശീലമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അരിച്ച് ചേർക്കണം എന്നില്ല കേട്ടോ. 2ാമത്തെ കപ്പ് പൊടി ഫുള്ളും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. മാക്സിമം എത്രത്തോളം തിക്കാവോ അത്രത്തോളം തിക്കായിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അതിനുശേഷം ഇത് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഇടുന്ന ടൈമിൽ മാവ് നല്ല സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് മൈദപ്പൊടി തട്ടി കൊടുത്തിട്ടാണ് അതിലേക്ക് ഈ മാവ് ഇട്ട് കുഴച്ചെടുക്കുന്നത്. മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലേ അതിലെ പ്രോട്ടീൻ എല്ലാം കൂടി അതിലൊരു ഗ്ലൂട്ടൻ നെറ്റ്വർക്ക് ഫോം ചെയ്യുള്ളൂ. അതായത് ഈ മാവിൻ്റെ ഒട്ടിപ്പിടിക്കലൊക്കെ കുറഞ്ഞ് ഒരു ഇലാസ്റ്റിക് പോലെ ആക്കിയെടുക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ മാവ് നന്നായിട്ട് കുഴച്ചാലേ അതിലെ ഗ്ലൂട്ടൻ നെറ്റ്വർക്ക് സ്ട്രോങ് ആയിട്ട് വരുള്ളൂ. അങ്ങനെയാണെങ്കിലേ മാവ് നല്ല ഇലാസ്റ്റിക് പോലെ ആകുള്ളൂ. അങ്ങനെ ഇലാസ്റ്റിക് പോലെയുള്ള മാവിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പം അതിൽ ഈസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആ ഇലാസ്റ്റിക് പോലെയുള്ള മാവിനുള്ളിൽ തങ്ങി നിൽക്കുകയും മാവ് നല്ല പൊങ്ങി വരികയും ആ ബ്രെഡിന് നല്ല സോഫ്റ്റ്നെസ്സും ഷേപ്പും ഒക്കെ കിട്ടുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു കെമിസ്ട്രി. മനസ്സിലായ? ഈ ഗ്ലൂട്ടൻ നെറ്റ്വർക്ക് സ്ട്രോങ് ആയി മാവ് നല്ല ഇലാസ്റ്റിക് പോലെ ആയിട്ടുണ്ടോ എന്ന് നമുക്കത് വലിച്ച് നോക്കിയിട്ട് ഒരു വിൻഡോ പെയിൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. പക്ഷേങ്കിൽ ഒരു 15 മിനിറ്റോ ഇതിങ്ങനെ കുഴച്ചെടുത്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാകും. ഈ പാൽ ഈസ്റ്റ് മിക്സിലേക്ക് മൈദപ്പൊടി പാത്രത്തിൽ നിന്ന് മിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ മാക്സിമം തിക്കായിട്ട് എത്രത്തോളം മൈദപ്പൊടി അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ മിക്സ് ചെയ്യണം. പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇടുന്ന ടൈമിൽ ഫസ്റ്റ് 1-2 തവണ അത് ഒട്ടിപ്പിടിക്കുമ്പോൾ മൈദപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള സമയത്തൊക്കെ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇത് കുഴച്ച് സ്ട്രോങ് ആക്കി എടുക്കേണ്ടത്. ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലോറും ലിക്വിഡും തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാൽ 100 ഗ്രാം ഫ്ലോറിന് 60 to 70 ഗ്രാം ലിക്വിഡാണ്. ഗ്രാമിൽ അളന്നെടുക്കേണ്ട ഒരു സാധനം ml കപ്പിൽ 100 ml മൈദക്ക് 60 ml വാട്ടർ ഓർ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്താൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അതായത് വെള്ളം അല്ലെങ്കിൽ പാൽ ഇതിൻ്റെ വെയിറ്റിനെക്കാട്ടിലും കുറവാണല്ലോ മൈദപ്പൊടിയുടെ. അതുകൊണ്ട് നമ്മൾ കപ്പിൽ മെഷർ ചെയ്തെടുക്കുമ്പോൾ 1/4 കപ്പ് പാലിന് 1.25 കപ്പോളാണ് ഫ്ലോർ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. 2 കപ്പ് മുഴുവനായിട്ടും വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഏറെ നേരം കുഴച്ചെടുത്ത മാവ് ഒരു ബോൾ പോലെ ആക്കി നമ്മളത് മിക്സ് ചെയ്യാനെടുത്ത പാത്രത്തിൽ തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് മാവിൻ്റെ മുകളിലും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഡബിളായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. കേരളത്തിൽ കണ്ണൂർ എൻ്റെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് എനിക്കൊരു 2 അവർ വെച്ചിട്ടാണ് ഇത് പൊങ്ങി വന്നിട്ടുള്ളത്. ഇത് ഫെർമെൻ്റായി ഇതിൻ്റെ ഉള്ളിൽ നിറയും എയറൊക്കെ നിറഞ്ഞിട്ടിരിക്കുവാണ്. ഈ ഡബിളായിട്ട് പൊങ്ങി വന്ന മാവിലെ എയറൊക്കെ ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്ത് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അരിപ്പയിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മാവ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുകൾ വശം അടിയിലും അടിവശം മുകളിലേക്കുമായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കണം. ആദ്യം കൈവച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് എയറൊക്കെ കളഞ്ഞിങ്ങനെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് 2 വശത്തു നിന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒന്ന് ചപ്പാത്തി കോല് കൊണ്ട് ഇതിനെ പരത്തി കൊടുക്കുന്നുണ്ട്.
അതായത് ഈ പരത്തുന്നതിൻ്റെ വീതി നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്ന മോൾഡിൻ്റെ നീളത്തിന് ഈക്വൽ ആയിരിക്കണം. ഒരുപാട് കട്ടി കുറഞ്ഞ് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെയൊന്നും അല്ല, അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇനി ഇതിനിങ്ങനെ ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് സ്മൂത്താക്കി നീറ്റാക്കി നല്ല ഷേപ്പാക്കി എടുക്കണം. ഇനി ഇത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ച ബ്രെഡിൻ്റെ മോൾഡിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് പരത്തി കൊടുത്ത് ഡബിൾ ചെയ്ത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരം വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് എഗെയിൻ അത് പൊങ്ങി വന്ന് ആ ഒരു ട്രേയുടെ മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്ത് ജസ്റ്റ് ഒന്ന് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴുക്കിയിട്ടൊന്നും ആക്കി കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് വെളുത്ത എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്, വേണമെന്നില്ല. ഇത് ഞാൻ വിറകടുപ്പിൽ വെച്ച ഓവൻ സെറ്റപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുള്ള അടുപ്പിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഒരു 6-7 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, അതിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കനലെടുത്തിട്ട് ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യുമ്പോഴും നല്ല ചൂടും കനലൊക്കെ വേണം. അതുപോലെ ഫസ്റ്റ് ഒരു 5 to 10 മിനിറ്റും ഇതിന് മുകളിലും താഴെയും നല്ല ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവൻ സ്പ്രിങ് എന്ന് പറഞ്ഞിട്ട് ഇത് ഫൈനലായിട്ട് ബ്രെഡ് നന്നായിട്ട് പെട്ടെന്ന് റാപ്പിഡായിട്ട് പൊങ്ങി വരുന്നൊരു ഇത് കാണാം. ആ ഒരു സ്റ്റേജ് എത്തിയിട്ടാകുമ്പോൾ നമുക്ക് തീ പതുക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്ത് ഇത് ബേക്ക് ചെയ്തെടുക്കണം. മുകളിലത്തെ കളറൊക്കെ മാറി 20 മിനിറ്റ് കൊണ്ട് എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ബ്രെഡ് കറക്റ്റായി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെ ഭാഗത്തുനിന്നും മുകളിലത്തെ ഭാഗത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ മുട്ടി കൊടുക്കുമ്പോൾ ഒരു ഹോളോ സൗണ്ട്, അതായത് ഉള്ളിൽ പൊള്ളയായൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിൻ്റെ ചൂട് കുറയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആയാലും മതി. ഈ ബ്രെഡ് തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റി ആകാൻ വേണ്ടിയിട്ട് ഇത് കിച്ചൺ ടവലിൽ കെട്ടിവെക്കാം, അല്ലെങ്കിൽ കാസറോളിലൊക്കെ ഇട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണേ. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടിലും ടേസ്റ്റിയും സോഫ്റ്റുമാണ്. കാരണം നമ്മളിത് ഫുള്ളും മിൽക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ടത് എൻ്റെ കത്തിയുടെ മൂർച്ച കുറവുണ്ട്. ഇത് നല്ല ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് മുറിക്കുമ്പോഴാണ് നല്ല എഡ്ജ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്തായാലും ഇത് കട്ട് ചെയ്തപ്പോൾ മനസ്സിലാവല്ലോ, നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ അത് മനസ്സിലാകും. ഇത് മൈദ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡും ഇതും തമ്മിൽ എന്താ വ്യത്യാസം, ഇത് ഉണ്ടാക്കാൻ നല്ല എഫേർട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണല്ലോ ഞാൻ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. എന്നാൽ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് അങ്ങനെ ആവണം എന്നില്ലല്ലോ. അതിൽ പ്രിസർവേറ്റീവും ഇത് മാവ് പെട്ടെന്ന് പൊങ്ങി വരാൻ നമ്മൾ ടൈമാണ് കൊടുത്തത്. അതിന് പകരം അവർ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ബേക്കറിയിൽ നിന്ന് ഈ ഒരു സൈസിലുള്ള ബ്രെഡ് വാങ്ങുമ്പോൾ ആകുന്ന എമൗണ്ടിനെക്കാട്ടിലും കുറവേ നമ്മൾ നല്ല ഇൻഗ്രീഡിയൻസ് വെച്ച് ഫുള്ളും മിൽക്കും ഒക്കെ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ആകുള്ളൂ. അതുമുണ്ട്. ഇതിന് 2 നെഗറ്റീവ്. ഒന്ന്, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കഴിക്കണം എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാക്കണം. പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ടാക്കുന്ന ബ്രെഡിൻ്റെ അത്ര ലൈഫ് ഉണ്ടാകില്ല. 1-2 ദിവസമേ നിൽക്കുള്ളൂ. ബാക്കി നമ്മൾ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യേണ്ടി വരും. അതായത് ഓവൻ ഇല്ലെങ്കിലും നമുക്ക് ബേക്ക് ചെയ്യാം. ഈവൻ വിറകടുപ്പ് വെച്ചിട്ട് പോലും നമുക്ക് ബേക്ക് ചെയ്യാം. അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഇതുണ്ടാക്കുന്ന നേരം കണ്ടു നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകണ്ട. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.